ശ്രീഹരേ നാരായണ. ഇനി ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ ഭഗവാന്റെ പരന്ധാമഗമനം എന്നുള്ള വിശേഷപ്പെട്ട ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥൈകത്രിംശത്തമോऽധ്യായ. ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീശുക ഉവാച. അഥ തത്രാഗമദ്ബ്രഹ്മാ ഭവാന്യാ ച സമം ഭവ മഹേന്ദ്രപ്രമുഖാ ദേവാ മുനയഃ സപ്രജേശ്വരാ പിതരഃസിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാ ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസോ ദ്വിജാ ദ്രഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമുത്സുകാ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേ കർമാണി ജന്മജ വവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിർനഭ കുർവന്തഃ സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുധാ. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭു സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേ ന്യമീലയത്. നാരായണ 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 നാരായണ. ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമാവിശത്സ്വകം ദിവി ദുന്ദുഭയോ നേതുഃ പേതുഃ സുമനസശ്ചഘാൽ സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തിഃ ശ്രീശ്ചാനുതം യയു. ദേവാദയോ ബ്രഹ്മമുഖ്യാ ന വിശന്തം സ്വധാമനി അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിതാ. സൗദാമന്യാ യഥാകാശേ യാന്ത്യാഹിത്വാ ഭ്രമണ്ഡലം ഗതിർന ലക്ഷ്യതേ മർത്യൈസ്തഥാ കൃഷ്ണസ്യ ദൈവതൈഃ. ബ്രഹ്മരുദ്രാദയസ്തേതു ദൃഷ്ട്വാ യോഗഗതിം ഹരേ വിസ്മിതാസ്താം പ്രശംസന്തഃ സ്വം സ്വം ലോകം യയുസ്തദാ. രാജൻ പരസ്യ തനുഭൃജ്ജനനാപ്യയേഹ മായാവിഡംബനമവേഹി യഥാ നടസ്യ സൃഷ്ട്വാത്മനേതമനുവിശ്യ വിഹൃത്യ ചാന്തേ സംഹൃത്യ ചാത്മമഹിമോ വരദ സ ആസ്തേ. മർത്യേനയോ ഗുരുസുതം യമലോകനീതം ത്വാം ചാനയച്ചരണതഃ പരമാസ്തദഗ്ധം ജിഗ്യന്തകാന്തകമപീശമസാവനീശ കിം സ്വാവനേ സ്വരനയൻ മൃഗയും സദേഹം. തഥാപ്യശേഷസ്ഥിതി സംഭവാപ്യേഷ അനന്യഹേതുർയദശേഷശക്തിധൃക് നൈച്ഛത് പ്രണേതും വപുരത്ര ശേഷിതം മർത്യേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ. യേതാം പ്രാതരുദ്ധായ കൃഷ്ണസ്യ പദവീം പരാം പ്രയതഃ കീർത്തയേദ്ഭക്ത്യാ താമേവാപ്നോത്യനുത്തമാം. ദാരുകോ ദ്വാരകാമേത്യ വസുദേവോഗ്രസേനയോ പതിത്വാ ചരണാവസ്ത്രൈർന്യഷിഞ്ജ കൃഷ്ണവിച്യുത കഥയാമാസ നിധനം വൃഷ്ണീനാം കൃഷ്ണശോ നൃപ തച്ഛുത്വോഗ്നിഘ്നഹൃദയാ ജനാ ശോകവിമൂർച്ഛിതാ. തത്രസ്മത്വരിതാ ജഗ്മു
കൃഷ്ണവിശ്ലേഷവിഹ്വലാ വ്യസവശ്ശേരതേ യത്ര ജ്ഞാതയോ ഘ്നന്ത ആനനം ദേവകീരോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്താ വിജഹുസ്മൃതിം പ്രാണാംശ്ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാതുരാ ഉപഗുഹ്യപദീം സ്ഥാത ചിതാമാരുരുഹസ്ത്രിയാ രാമപത്ന്യശ്ച തദ്ദേഹ ഉപഗുഹ്യാഗ്നിമാവിശൻ വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീൻ ഹരേ സ്നുഷാ കൃഷ്ണപത്ന്യോ വിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മികാ അർജുനപ്രേയസഖ്യു കൃഷ്ണസ്യ വിരഹാതുരാ ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈः സദുക്തിഭിः ബന്ധൂനാം നഷ്ടഗോത്രാണാമർജുനഃ സാംബരായികം ഹതാനാം കാരയാമാസ യഥാവദനുപൂർവശാ ദ്വാരകാം ഹരിണാ ത്യക്താം സമുദ്രോപ്ലാവയത് ക്ഷണാദ് വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവദാലയം നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷാശുഭഹരം സർവമംഗളമംഗളം സ്ത്രീബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയ ചുത്വാ സുഹൃദധ്വം രാജന്നർജുനാത്തെ പിതാമഹ ത്വാം തു വംശധരം കൃത്വാ ജഗ്മുഃ സർവേ മഹാപഥം യ ഏതദ്ദേവദേവസ്യ വിഷ്ണോഃ കർമാണി ജന്മജ കീർത്തയേ ശ്രദ്ധയാ മർത്യ സർവപാപൈഃ പ്രമുച്യതേ ഇത്തം ഹരേർഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ദശം തമാനി അന്യത്ര ചേഹജശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ശ്രീഹരേ നാരായണ. ഹരി ഓം തത്സത്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ത്രിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം ഏകാദശസ്കന്ധഃ. ശ്രീഹരേ നാരായണ നാരായണ.